കോഴിക്കോട് പാളയം പച്ചക്കറി മാർക്കറ്റ് കല്ലുത്താൻ കടവിലെ പുതിയ കെട്ടിടത്തിലേക്ക് മാറ്റാനുള്ള കോർപ്പറേഷന്റെ നീക്കത്തിനെതിരെ കച്ചവടക്കാരുടെയും തൊഴിലാളികളുടെയും പ്രതിഷേധം ശക്തമാകുന്നു. നിരവധി പേരുടെ ജീവനോപാധിയായ മാർക്കറ്റ് പാളയത്ത് തന്നെ നിലനിർത്തുക എന്ന ആവശ്യവുമായി യൂത്ത് കോൺഗ്രസ് സമരപ്രഖ്യാപനം നടത്തി. അതേസമയം കല്ലുത്താൻ കടവിലെ പുതിയ മാർക്കറ്റിന്റെ പണി അന്തിമഘട്ടത്തിലാണ്. കോഴിക്കോട് നഗരത്തിന്റെ മുഖമുദ്രയാണ് പാളയം പച്ചക്കറി മാർക്കറ്റ്. നഗരത്തിലെ ഏറ്റവും തിരക്കുപിടിച്ച ഒരിടം. ഇനി കുറച്ചു മാസങ്ങൾ കഴിഞ്ഞാൽ ഒരുപക്ഷേ ഇവിടെ ശൂന്യമാകും, തിരക്കൊഴിയും. പാളയം പച്ചക്കറി മാർക്കറ്റിന്റെ പറിച്ചുനടൽ കോർപ്പറേഷനെ സംബന്ധിച്ച് ഒരു വെല്ലുവിളിയാണ്. കാലാകാലങ്ങളായി പാളയത്ത് പ്രവർത്തിക്കുന്ന മാർക്കറ്റ് വിട്ട് മറ്റൊരിടത്തേക്ക് പോകാൻ കച്ചവടക്കാരും തൊഴിലാളികളും ഇതുവരെ തയ്യാറായിട്ടില്ല. മാറണ്ട തന്നെ പ്രതികരണം. ചില കച്ചവടം ഉണ്ടാവില്ല, ഇവിടുത്തെ മാതിരി അവിടെ ആളെത്തിപ്പെടില്ല, എല്ലാം കൊണ്ട് ബുദ്ധിമുട്ട് തന്നെ ആയിരിക്കും അവിടുത്തെ. പിന്നെ ഇവിടെ ഇതേമാതിരി എന്തായാലും അവിടെ കിട്ടൂല, കച്ചവടം ഉണ്ടാവില്ല എന്നുള്ള 100% ഉറപ്പാണ്. ആളുകൾ ഇനി അങ്ങോട്ട് പോയ മാർക്കറ്റിൽ ഇത് പിന്നെ പഴയ പണ്ട് കാലം മുതലുള്ളതുകൊണ്ട് പച്ചക്കറി പാളയം എന്നുള്ളതിൽ പച്ചക്കറി വാങ്ങാൻ വരുന്നതാണ് ആളുകൾ. അവിടേക്ക് മാറിയാൽ എന്തായാലും ആളുകൾ വരില്ല. പിന്നെ ഇപ്പോഴത്തെ ഈ സൂപ്പർ മാർക്കറ്റുകളുടെ അതുകൊണ്ടല്ലോ. അപ്പോൾ എങ്ങനെ നോക്കിയാലും ഇവിടുന്ന് മാറേണ്ടതാണ് ഇവിടെ തൊഴിലാളികൾക്കും കച്ചവടക്കാർക്കും എല്ലാവർക്കും ഉള്ള അഭിപ്രായം. പാളയം മാർക്കറ്റ് കല്ലുത്താൻ കടവിലെ പുതിയ കെട്ടിടത്തിലേക്ക് മാറ്റാനുള്ള തയ്യാറെടുപ്പുകൾ അന്തിമഘട്ടത്തിലാണ്. എന്നാൽ കോഴിക്കോട് കോർപ്പറേഷന്റെ ഈ തീരുമാനത്തെ എന്ത് വില കൊടുത്തും തടയുമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് മാർക്കറ്റിലെ കച്ചവടക്കാരും തൊഴിലാളികളും. ആയിരക്കണക്കിന് തൊഴിലാളികൾ തൊഴിൽ ചെയ്യുന്ന കേരളത്തിലെ ഏറ്റവും വലിയൊരു മാർക്കറ്റാണ്. 5-6 ഏക്കർ സ്ഥലമുള്ള മാർക്കറ്റാണ് ഇത്. ചെറിയൊരു മാർക്കറ്റിൽ കൊണ്ടുപോയിട്ട് ഇതവിടെ ബുദ്ധിമുട്ടുള്ള സ്ഥലത്തേക്കാണ് കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും എല്ലാവരും ഇതിന് എതിരാണ്. കാരണം ഒരുപാട് മേഖലകൾ, ഒരുപാട് പണിയെടുക്കുന്ന തൊഴിലാളികളും പീഡിയക്കാരും കച്ചവടമൊക്കെ കാര്യമായി നഷ്ടപ്പെട്ടു പോകുന്ന രീതിയിലാണ് കാണുന്നത്. തങ്ങളുടെ ജീവനോപാധിയാണ് മാർക്കറ്റ്. കോഴിക്കോടിന്റെ കണ്ണായ പ്രദേശത്തു നിന്നും മാർക്കറ്റ് മാറ്റിയാൽ കച്ചവടത്തെ അത് മോശമായി ബാധിക്കും. നിലവിൽ ഇവിടെ ജോലി ചെയ്യുന്ന 100 കണക്കിന് ആളുകളുടെ ജോലി നഷ്ടപ്പെടും. കുടുംബങ്ങൾ പട്ടിണിയിലാകുമെന്നും കച്ചവടക്കാർ പറയുന്നു. കോർപ്പറേഷൻ ബിൽഡിംഗ് അല്ലാതെ അനുബന്ധ മേഖലയിൽ ഇവിടെ കച്ചവടം ചെയ്ത് ജീവിക്കുന്ന അനേകായിരം കുടുംബങ്ങളുണ്ട്. ഏകദേശം ഒരു 10-3000 കുടുംബങ്ങൾ തന്നെയുണ്ട്. അപ്പോൾ അവരെ ജീവിതമൊക്കെ ദുസ്സഹമാകും. അതുകൊണ്ടാണ് പ്രത്യേകിച്ച് പറയുന്നത്. അപ്പോൾ അവരെ മാത്രം മാറ്റിക്കുകയാണെങ്കിൽ ഇതിനോട് അനുബന്ധപ്പെട്ട മേഖല ഒറ്റപ്പെട്ടു പോകും. അല്ല, ഇവരെ ഇവിടെ കച്ചവടം ചെയ്ത് ജീവിക്കാനുള്ള അനുമതി കോർപ്പറേഷൻ കൊടുക്കണം. പ്രധാന ആവശ്യം അതാണ്. അന്നന്നത്തെ അന്നത്തിനായി കഷ്ടപ്പെടുന്നവരാണ് മാർക്കറ്റിലെ തൊഴിലാളികളും കച്ചവടക്കാരും. കോർപ്പറേഷന്റെ കെട്ടിട വാടക നൽകി കഴിഞ്ഞാൽ ഇവർക്ക് ലഭിക്കുന്നത് തുച്ഛമായ വരുമാനമാണ്. ഈയൊരു സാഹചര്യത്തിൽ സ്വകാര്യ കമ്പനി നിശ്ചയിക്കുന്ന വാടക തങ്ങൾക്ക് താങ്ങാൻ കഴിയില്ലെന്നും വ്യാപാരികൾ പറയുന്നു. സ്ക്വയർ ഫീറ്റിന് 100 രൂപ പറഞ്ഞ് കേൾക്കണത്. അത് നല്ലൊരു ഇവിടെ എന്ന് പറഞ്ഞാൽ പഴയ വാടകയിൽ ഇങ്ങനെ പോവാണ്. പിന്നെ മേൽവാടകയ്ക്ക് എടുക്കുന്ന ആളുകൾക്ക് കുറച്ച് കൂടും. പുതിയ മാർക്കറ്റിൽ വരാൻ സാധ്യതയുള്ള വലിയ പച്ചക്കറി കച്ചവടക്കാരോട് മത്സരിച്ചു നിൽക്കാൻ തങ്ങൾക്ക് കഴിയില്ല എന്ന ഭയവും ഇവരെ അലട്ടുന്നു. ഇതിന്റെ ഭാഗമായി കടകൾ അടച്ചിട്ടുവരെ ഇവർ പ്രതിഷേധിച്ചു. ഇത്ര സ്ഥലം ഉണ്ടായിട്ട് ഇതിൽ കുറവുള്ള സ്ഥലത്ത് ഈ 2 ഏക്കർ സ്ഥലത്തേക്കാണ് ഇപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് കൊണ്ടുവരുന്നത്. പിന്നെ ഒരു വികസനത്തിൻ്റെ കാര്യം പറഞ്ഞിട്ടാണ് ഇത് കുത്തക മുതലാളിമാർക്ക് കൊടുത്ത് തൊഴിലാളികളെ ഇറക്കി വിടാന്നുള്ളൊരൊറ്റ കാരണം. ഇവരിപ്പം പറയും അവിടെ പോയിട്ട് നിങ്ങൾക്ക് തൊഴിൽ തരും, ഇവിടെ കരിയപ്പ് വിൽക്കുന്നവർക്ക് തൊഴിൽ കിട്ടും, മറ്റവർക്ക് തൊഴിൽ കിട്ടുന്നൊക്കെ. ഇവിടെ ഞങ്ങളെ സംബന്ധിച്ചാണ് ഈ മാർക്കറ്റ് ഇവിടെ തന്നെ നിലനിർത്തണം എന്നുള്ള ഒറ്റ ആവശ്യം. തൊഴിലാളികളുടെ ആവശ്യം, മുതലാളിമാരുടെ ആവശ്യം, എല്ലാവരും ആവശ്യം. കച്ചവടം പല ഭാഗത്തായിട്ട് വിപുലീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് മാർക്കറ്റിലെ കച്ചവടം എന്ന് പറഞ്ഞാൽ ഇവിടെ എല്ലാ ഈ ബസ് സ്റ്റാൻഡ്, മറ്റ് ഫ്രൂട്ട്സ് എല്ലാം കൂടി നിറഞ്ഞത് കൊണ്ടാണ് ഇവിടെ കച്ചവടം നടക്കുന്നത്. ഇത് മാർക്കറ്റ് മാത്രം വേറെ സ്ഥലത്തേക്ക് പറിച്ച് നടുമ്പോൾ കച്ചവടം മൊത്തം പകുതിയായി മാറുന്നതാണ്. അതിനെതിരെ നമ്മൾ ഏതായാലും സമരമായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് നമ്മളെ തീരുമാനം. പുതിയ കെട്ടിടം നിർമ്മിക്കുന്നത് കല്ലുത്താൻ കടവ് ഡെവലപ്മെന്റ് സൊസൈറ്റിയാണ്. 2.5 ലക്ഷം ചതുരശ്ര വിസ്തൃതിയിൽ നിർമ്മിക്കുന്ന മാർക്കറ്റിൽ 100 ചില്ലറ വിൽപ്പനക്കാർക്കും 33 മൊത്ത കച്ചവടക്കാർക്കും പ്രവർത്തിക്കാനുള്ള സൗകര്യം ഉണ്ടാകും. 60 കോടി രൂപയാണ് കെട്ടിടത്തിന്റെ നിർമ്മാണ ചെലവ്. കെട്ടിടത്തിന്റെ ടെറസിൽ ഒരേ സമയം 200 വാഹനങ്ങൾക്ക് പാർക്ക് ചെയ്യാനുള്ള സൗകര്യവും ഒരുക്കുന്നുണ്ട്. എന്നാൽ കോഴിക്കോടിന്റെ മുഖമായ പാളയം മാർക്കറ്റ് ഇല്ലാതാക്കാൻ അനുവദിക്കില്ലെന്ന തീരുമാനത്തിലാണ് കച്ചവടക്കാരും തൊഴിലാളികളും. ഇത്രയും തൊഴിലാളി 5000-ഓളം തൊഴിലാളികളും കച്ചവടക്കാരും അടങ്ങുന്ന ഒരു നിവേദന മെമ്മോറണ്ടം കോഴിക്കോട് കോർപ്പറേഷൻ നൽകി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ അതിൻ്റെ പ്രധാനപ്പെട്ട ഇവിടുത്തെ തൊഴിലാളികളും കച്ചവടക്കാരും എല്ലാവരും ആവശ്യപ്പെടുന്നത് കോഴിക്കോട് കോർപ്പറേഷനോട് ഈ മേഖല ഇവിടെ തന്നെ നിലനിർത്തണം. അതിൻ്റെ അപ്പുറം നമുക്ക് വേറെ ഒരു മാർഗ്ഗമില്ല. അതിനെതിരെ നിന്ന് ഞങ്ങൾ കമ്മിറ്റി നിരക്ക് ഇപ്പോഴത്തെ ആലോചിച്ചിട്ട് അതിനുള്ള അനുസരിച്ചുള്ള പ്രവർത്തനം ഞങ്ങൾ നടത്തും. അതാണ് ഞങ്ങൾ. വ്യാപാരികളുമായി ഒത്തുതീർപ്പ് ചർച്ച നടന്നു വരികയാണെന്നാണ് കോർപ്പറേഷൻ അധികൃതർ പറയുന്നത്. അതേസമയം തൊഴിലാളികൾക്കും കച്ചവടക്കാർക്കും പിന്തുണയുമായി രംഗത്ത് വന്നിരിക്കുകയാണ് യൂത്ത് കോൺഗ്രസ്. എന്ത് വില കൊടുത്തും മാർക്കറ്റ് സംരക്ഷിക്കാൻ തൊഴിലാളികളോടൊപ്പം നിൽക്കുമെന്ന് MK രാഘവൻ MP പറഞ്ഞു.
ഇത് നമ്മുടെ കോഴിക്കോടിൻ്റെ ഒരു സൗന്ദര്യമാണ് ഈ പാളയം മാർക്കറ്റ് എന്ന് പറയുന്നത്. കോഴിക്കോടിൻ്റെ ഒരു സൗരഭ്യമാണ് കോഴിക്കോട് ഈ പാളയം മാർക്കറ്റ് എന്ന് പറയുന്നത്. അങ്ങനെയുള്ള മാർക്കറ്റ് 5000-ഓളം കുടുംബങ്ങൾ ജീവിതം പുലർത്തുന്ന ഈ പാളയം മാർക്കറ്റ് മറ്റേതെങ്കിലും താല്പര്യത്തിൻ്റെ പുറത്ത് നിങ്ങൾ ഒഴിപ്പിക്കാൻ ശ്രമിച്ചാൽ ഞങ്ങൾ അതിനെ ശക്തമായി ചെറുക്കും എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. എന്നാൽ മാർക്കറ്റ് മാറുന്നതോടെ പാളയത്തെ ഗതാഗതക്കുരുക്കിന് ഒരു പരിധിവരെ പരിഹാരമുണ്ടാകുമെന്നതിനാണ് കോർപ്പറേഷൻ മുൻഗണന നൽകുന്നത്. അതുകൊണ്ട് തന്നെ വ്യാപാരികളുമായി ചർച്ച നടത്തി പ്രശ്നങ്ങളില്ലാതെ മുന്നോട്ടു പോകാൻ കഴിയുമെന്നാണ് കോർപ്പറേഷന്റെ പ്രതീക്ഷ. എന്നാൽ നിലവിലെ സ്ഥലത്ത് തന്നെ മാർക്കറ്റ് പുതുക്കി പണിയണമെന്നാണ് വ്യാപാരികളുടെയും കച്ചവടക്കാരുടെയും ആവശ്യം.